ന്യൂ മോഡലിൽ ഇരുന്ന വാഗണർ, അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനം. വാഗണർ ന്യൂ മോഡൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഹൈറ്റും വെയിറ്റുള്ള എന്നെ പോലത്തെ ഒരാൾക്ക് കയ്യും കാലും വെച്ച് ഈ സൈഡിൽ കടന്ന് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇന്റീരിയർ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര സ്പേസ് ആണ്, എസ്പെഷ്യലി പഴയ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മാത്രമല്ല അതിൻ്റെ കാര്യം ഹൈറ്റ് ഒക്കെ നോക്കിയാൽ എൻ്റെ ഒരു ഹെഡ് വരും ഒരുപാട് ഗ്യാപ്പ് വ്യത്യാസം കിട്ടുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടോണിൽ ഇരുന്ന ഡാഷ് ബോർഡിന്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ. എനിക്ക് നോക്കേണ്ടത് AMT ഗിയർ ബോക്സ് അതിനകത്ത് വന്നിട്ടുള്ളത്. നമുക്ക് ഹിൽ ഹോൾഡ് ഫീച്ചർ ഇതിനകത്ത് ഉണ്ടോ നോക്കാം. ഹിൽ ഹോൾഡ് ഇല്ല. നമ്മൾ ഡ്രൈവ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം പുറകോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ആ സിറ്റുവേഷൻ മാത്രം ഒന്ന് മാനേജ് ചെയ്തെടുക്കേണ്ടി വരും. സിമ്പിളായിട്ട് നമ്മൾ നേരെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവാക്കാം. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ലോഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം തന്നെയാണ്. ന്യൂ മോഡലിൽ വരുന്ന ഈ ഒരു വാഗണർ എന്ന വാഹനം 2020 മോഡലിൽ നിൽക്കുന്ന വാഹനം കൂടിയാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്റീരിയർ ഭാഗം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നുണ്ട്. ഇനി എക്സ്റ്റീരിയർ നോക്കാം, എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് കാണാം. ZX എന്ന വേരിയന്റാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്ത് പോലെ തന്നെ എക്സ്റ്റീരിയറും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുള്ള KL65 രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനമാണ്. തിരുരങ്ങാടി രജിസ്ട്രേഷൻ. കാരണം തിരുരങ്ങാടി വാഹനങ്ങളാണ് ഒട്ടുമിക്ക വാഹനങ്ങളും കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഡോക്ടർ ലോഗോ ഒക്കെ ഉണ്ട്, കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർലി പോയിട്ടുള്ള 1.2 ലിറ്ററിൽ നിന്ന് വാഹനം കൂടിയാണ്. പെട്രോൾ എഞ്ചിൻ നമുക്കൊരു 15, 16, 17 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. നമ്മുടെ സെയിം മാരുതിയുടെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്, ന്യൂ മോഡലിൽ വരുന്ന വാഹനം. അതുകൊണ്ട് അത്യാവശ്യം മൈലേജ് പ്രതീക്ഷിക്കാം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ഓൾമോസ്റ്റ് ആവറേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. അപ്പോൾ അത്യാവശ്യം സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന അത്യാവശ്യം ഹൈറ്റും വെയിറ്റുള്ള ഒരാൾക്കൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഇന്റീരിയർ സ്പേസുള്ള ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് മാരുതിയുടെ വാഗണർ എന്ന ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,80,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. ഇനി ചെറിയ ബഡ്ജറ്റിൽ നിൽക്കുന്ന മാരുതിയുടെ ഹാച്ച് ബാക്ക് സെഗ്മെന്റുമായിട്ടുള്ള മാനുവൽ ഗിയർ ബോക്സിലും സ്വിഫ്റ്റും കൂടി നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 2017 മോഡൽ നിൽക്കുന്ന നല്ലൊരു കിലോ സ്വിഫ്റ്റ്, പെട്രോൾ സ്വിഫ്റ്റ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അലോയ്സും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന KL65. ഈ ഒരു വാഹനം 65. ഇതെന്താ 65ന്റെ കന്നിമാസം. എല്ലാ വാഹനം നോക്കുകയാണെങ്കിലും KL65 വാഹനങ്ങളാണ്. VXI പെട്രോൾ എഞ്ചിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. അലോയ്സും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്ത് ആ ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ വാഹനം നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പെട്രോൾ എഞ്ചിൽ 1.2 ലിറ്റർ ചെയ്യുന്ന വാഹനം കൂടിയാണിത്. ഒരു 15, 16 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇന്റീരിയറും വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോർ പാഡിലും അതേപോലെ ആ ഒരു ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ആ ഒരു വുഡിന്റെ ആ ഒരു ഫിനിഷിംഗ് ഇതിനകത്ത് ചെയ്തുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ആ ഒരു ഇന്റീരിയർ വ്യൂ വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ നമുക്ക് ആ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ഒരു ആവറേജ് ടയർസ് നിൽക്കുന്നു. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,80,000 രൂപയ്ക്ക്. ഓൾമോസ്റ്റ് 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന 2 വാഹനങ്ങളാണ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 2 മാരുതിയുടെ കിങ്സ് ആയിട്ട് നിൽക്കുന്ന വാഹനങ്ങൾ. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്ന 2 വാഹനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനങ്ങളുടെ ഡീറ്റെയിൽസും മറ്റും ആവശ്യങ്ങൾക്കും വേണ്ടി കോൺടാക്ട് ഉള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോറൂം മലപ്പുറം മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പുള്ള ഷോറൂം വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.